മക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ 4 മാർക്കിന് ഉറപ്പായും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഡയറി എൻട്രി. ആ ഡയറി എൻട്രിയിൽ 4 മാർക്കും എളുപ്പത്തിൽ ഉറപ്പാക്കണമെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓൾസോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഡയറി എൻട്രിയുടെ ആദ്യം ഒരു ബേസിക് ഫോർമാറ്റ് നോക്കണം. സിമ്പിൾ ഫോർമാറ്റ് ആണ്. എന്ത് ചെയ്താൽ മതി, ഒരു ഡേറ്റ് കൊടുക്കണം. ഡയറി എഴുതുന്ന ഒരു പ്രത്യേക ഡേറ്റിലായിരിക്കില്ല, ആ ഡേറ്റ് കൊടുക്കുക. ജനറലി ഇങ്ങനെ കൊടുക്കുകയാണെന്നല്ല, തേഴ്സ്ഡേ ഒരു ദിവസം ഉണ്ട്, ആ ദിവസം കൊടുക്കുക. ഒരു കോമ ഇടുക. ആ ഒരു മാസത്തിൽ ഏത് ദിവസമായിരിക്കും, വല്ല 20th 15th ഒക്കെ ആയിരിക്കും. അപ്പോൾ 20 എന്ന് കൊടുത്താൽ മതി. 15th 20th എന്നൊന്നും കൊടുക്കണ്ട, 20 അങ്ങനെ കൊടുത്താൽ തെറ്റൊന്നുമില്ല. 20 ആ മാസം ഏതാണെന്ന് കൊടുക്കണം. സെപ്റ്റംബറോ ഒക്ടോബറോ നവംബറോ ജനുവരി കൊടുക്കുക. ഈ ഇയർ വേണമെങ്കിൽ കൊടുത്താൽ മതി, കാരണം അണ്ടർസ്റ്റുഡ് ആണ് ഡയറിയിൽ. അപ്പോൾ ഇയർ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ആദ്യം നിങ്ങൾ ഡേറ്റ് ആയിട്ട് എഴുതി വെക്കേണ്ടത്. അത് ഫസ്റ്റ് എഴുതണം. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യം കൊണ്ട് എഴുതി തുടങ്ങും, അത്രേ ഉള്ളൂ. ടുഡേ വാസ് എ സ്പെഷ്യൽ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തുടങ്ങും. ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്ക സമയത്തും ഈ ഒരു ഡയറി എൻട്രിയുടെ കണ്ടന്റ് വരിക നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററിനാണ്. മിക്ക സമയം എന്നല്ല, 100% നിങ്ങൾ പഠിച്ച ചാപ്റ്ററിനായിരിക്കും വരിക. അപ്പോൾ ആ ഒരു ചാപ്റ്ററിനൊക്കെ എങ്ങനെയാണ് പരീക്ഷയിൽ ചോദിക്കുന്ന കാര്യം നമുക്ക് ഓരോ കാര്യം നോക്കാം. ഇങ്ങനത്തെ ഇതേ ചോദ്യമൊക്കെ പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നോക്കി വെച്ചോ. ചോദ്യം: The narrator in the story, a prescription for life, finally realizes that he didn't have any serious ailments. അപ്പോൾ ailments എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഒന്നും ഇല്ല എന്നുള്ള അവസാനം ഇവർക്ക് മനസ്സിലായല്ലോ. Imagine that he jots down എന്ന് എഴുതുകയാണ് his thoughts and feelings with a sense of relief, സമാധാനം, after reaching home. വീട്ടിലെത്തിയിട്ട് ഡയറി എഴുതാണ് അല്ലേ. Draft the possible diary entry. അപ്പോൾ ഇത് പരീക്ഷയിൽ ചോദിക്കും, എന്നിട്ട് 4 മാർക്ക് തരാമെന്നൊക്കെ പറയും. അപ്പോൾ 4 മാർക്ക് കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ ഡേറ്റ് എഴുതി വെക്കണം. അപ്പോൾ മൺഡേ ഏതെങ്കിലും ദിവസം എഴുതിച്ചാൽ മതി, കോമ ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതുക, 18 ജൂൺ. ഇയർ വേണമെങ്കിൽ കൊടുക്കാം അല്ലേ, 2025 എന്ത് വേണമെങ്കിൽ കൊടുക്കാം. വേണമെങ്കിൽ കൊടുത്താൽ മതി, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഡേയും അതുപോലെ ഡേറ്റും വേണം. എന്നിട്ട് കാര്യങ്ങളും കൂടി എഴുതി തുടങ്ങാം. ഇപ്പോൾ വാട്ട് എ സ്ട്രേഞ്ച് ഡേ, അല്ലെ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, വാട്ട് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ എന്തെങ്കിലും നമ്മളോട് പറയുന്ന രീതിയിലാണല്ലോ ഡയറിനോട് നമ്മൾ പറയാം, വാട്ട് എ സ്ട്രേഞ്ച് ഡേ. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാം ഫസ്റ്റ് പേഴ്സണിൽ പറയണം. അതായത് നിങ്ങളാണ് ഈ മനുഷ്യൻ എന്നുള്ള നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അത് പറയണം അല്ലേ. ഐ വെന്റ് ടു ദ ബ്രിട്ടീഷ് മ്യൂസിയം ടു റീഡ് അബൌട്ട് ഹേ ഫീവർ. ഞാൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഹേ ഫീവറിൻ്റെ കാര്യം പഠിക്കാൻ വേണ്ടി പോയി. ഐ റെഡ് എ മെഡിക്കൽ ബുക്ക് ആൻഡ് ഫെൽറ്റ് ദാറ്റ് ഐ ഹാഡ് ഓൾമോസ്റ്റ് എവറി ഡിസീസസ് ഇൻ ഇറ്റ്. അപ്പോൾ ഇവിടെ ഒരിക്കലും എങ്ങനെയല്ല പറയുന്നത്, ഹി വെൻ ടു ദ നറേറ്റർ വെൻ ടു ദ ഓദർ വെൻ ടു ദ മെഡിക്കൽ സ്റ്റോർന്നോ അല്ല സോറി ബ്രിട്ടീഷ് മ്യൂസിയം എന്നല്ല പറയുന്നത്. ഐ വെന്റ്, നിങ്ങൾ ഇയാളായി മാറണം. കാരണം നിങ്ങൾ ഇയാളായി മാറിയിട്ട് നിങ്ങൾ ഡയറി എൻട്രി എഴുതുന്നതാണ്. അപ്പോൾ എല്ലാം ഐ എന്ന് പറയണം. ഐ സോ ദാറ്റ്, ഐ ഡിഡ് ദാറ്റ്, ഐ ഡിഡ് ദിസ്, ആ രീതിയിൽ പറയണം. അത്രയും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ കണ്ടന്റ് എവിടുന്നാണ് വരുന്നത്, ചാപ്റ്റർ നിങ്ങൾ അറിയണം. ചാപ്റ്റർ അറിയില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് പോയി കാണുക. കാരണം ചാപ്റ്റർ അറിയാതെ ഡയറി എൻട്രി എന്ന് മാത്രമല്ല ഒരു ഡിസ്കോഴ്സിലും അല്ലേ, ഒരു ഡിസ്കോഴ്സിലും ഇമെയിൽ ആയിക്കോട്ടെ ലെറ്റർ ആയിക്കോട്ടെ എന്താണെങ്കിലും ഈ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് ആയിരിക്കും അതിൽ മെയിനായിട്ട് വരിക. അത് അറിഞ്ഞതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ സമ്മറിയെങ്കിലും ഒന്ന് പഠിച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പം അതിൽ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുക. ഞാൻ മെഡിക്കൽ ബുക്ക് വായിച്ചു ആൻഡ് ഫെൽ ദാറ്റ് ഐ ഹാഡ് ഓൾമോസ്റ്റ് എവറി ഡിസീസ്. അതിൽ എല്ലാ ഡിസീസും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നി. ഐ ബിക്കെയിം വെരി ഫ്രൈറ്റൻ ആൻഡ് വെന്റ് ടു മൈ ഡോക്ടർ. ഞാൻ ഡോക്ടറിന് അടുത്തേക്ക് പോയി പേടിച്ചിട്ട് ദ ഡോക്ടർ എക്സാമിൻ മീ. അതിൽ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക. ഡോക്ടർ നോക്കി, ഇതിൽ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഡോക്ടർ നോക്കി, ഡോക്ടർ പറഞ്ഞു എന്താണ്, തലയിൽ മുട്ടി സെക്ഷനിലൊക്കെ അടിച്ചിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി. നമുക്കറിയാം ബാക്കിയുള്ള കഥ അല്ലേ. പിന്നെ നമ്മൾ ഫാർമസിയിൽ പോയിട്ട് അയാൾക്ക് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു അതിന് മരുന്നൊന്നും ഇവിടെ ഇല്ല. തിരിച്ചു വന്നിട്ട് പറഞ്ഞു ആ കാര്യങ്ങളോട് എഴുതി വെക്കുക, നിങ്ങളുടെ ഭാഷ എഴുതിച്ചാൽ മതി. നമുക്കൊന്ന് വായിച്ചു നോക്കാം. The doctor examined me and gave me a prescription. It said that I should eat a balanced diet, drink enough, blah, 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 go to bed at 11. He also advised me not to fill my head with things that I did not understand. അല്ലേ, ഇതിൻ്റെ അവസാനം എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തം ചിന്തകൾ കുറച്ച് ചേർക്കുക. താങ്ക് ഗോഡ് ഐ ഹാവ് നോ സീരിയസ് ഇൽനെസ്, ഐ വാസ് ഓൺലി വറിയിങ് ടു മച്ച്, ഐ ഫെൽറ്റ് ഗ്രേറ്റ്ലി റിലീവ്ഡ് നൗ. ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു റിലീഫൊക്കെ വന്നു എന്നുള്ള കാര്യവും കൂടെ അതിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞല്ലോ. ഐ ഫീൽ വെരി റിലീവ്ഡ് നൗ, ഐ ഫീൽ വെരി ഹാപ്പി നൗ എന്നൊക്കെ പറയാം. ഐ വിൽ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ഡിസീസസ് ആൻഡ് ഫോളോ മൈ ഡോക്ടേഴ്സ് അഡ്വൈസ് എന്നുള്ള കുറച്ച് സ്വന്തം ചിന്തകളും കൂടെ അതിൽ ചേർത്ത് വെക്കുക അവസാനത്തേക്ക്. പക്ഷെ ശ്രദ്ധിക്കണം, ഈ കണ്ടന്റ് ചാപ്റ്ററിൻ്റെ കണ്ടന്റ് അവിടെ കുറച്ചും കൂടി ഞാനിവിടെ സാമ്പിൾ ആൻസർ കൊടുത്തപ്പോൾ ഷോർട്ടായിട്ട് കൊടുത്തത്, പരീക്ഷ എഴുതുമ്പോൾ കുറച്ചും കൂടി അതിൽ കൊടുക്കുക. ഇപ്പോൾ ഡോക്ടർ എന്താണ് പ്രിസ്ക്രിപ്ഷൻ തന്നു, ഞാൻ ഫാർമസിയിൽ പോയി കൊടുത്തു, ഫാർമസിയിൽ ആൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചാപ്റ്ററിൽ ആക്ച്വലി ഉള്ള ഡീറ്റെയിൽസ് കുറച്ചും കൂടി ഇതിൽ വന്നാൽ നന്നായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ ഒഴിവാക്കണ്ട, അതൊക്കെ മാക്സിമം എഴുതി ചേർത്തോളൂ. കാരണം ഈ ഒരു ഡയറി എൻട്രിയിൽ ഈ 4 മാർക്ക് കിട്ടണോ 3 മാർക്ക് കിട്ടണോ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യം ഒന്ന് ഈ ഫോർമാറ്റാണ്. ഫോർമാറ്റ് കറക്റ്റ് എഴുതിയില്ല, 1 മാർക്ക് അവിടെ തന്നെ പോയി. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചാപ്റ്ററിലെ കണ്ടന്റ് നിങ്ങൾക്ക് അറിയുമെന്ന് ടീച്ചറിന് അറിയണം
അല്ലേ? ഇപ്പൊ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കഥയൊക്കെ എഴുതി വെച്ചു അല്ലെ, എന്തൊക്കെയോ വേറെ എന്തൊക്കെ എഴുതി വെച്ചു, ഞാനിന്ന് എന്താണ് ട്രക്കിങ്ങിന് പോയപ്പോൾ അതും ചോദിച്ചു എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ യു വോണ്ട് ഗെറ്റ് ദ മാർക്സ്. അപ്പോൾ ചാപ്റ്ററിലെ കണ്ടന്റ് ഇതിലുണ്ടോ എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടുമോ 4 മാർക്ക് കിട്ടുമോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പോകുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണം. മാക്സിമം കണ്ടന്റ് അറിയുമെങ്കിൽ അത് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇത് വേറെ ചാപ്റ്റർ നിന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ദി അൺഎക്സ്പെക്ടഡ് ലാൻഡ് സ്ലൈഡ് ആൻഡ് ദ ഫോളിംഗ് ഓഫ് ഡെബ്രി എന്ന് പറഞ്ഞാൽ കുറേ കല്ലുകളൊക്കെ വീണല്ലോ ഈ ചാപ്റ്ററിൽ. ഓൺ ഹിസ് വേ ടു മസൂരി ഡിസ്റ്റർബ്ഡ് മണി. ലേറ്റ് ഇൻ ദി ഈവനിങ് മണി ജോട്ടഡ് ഡൗൺ ഹിസ് ഫീലിംഗ്സ് ഇൻ ദ ഫോം ഓഫ് എ ഡയറി ഡ്രാഫ്റ്റഡ് ലൈക്ലി ഡയറി എൻട്രി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഒരു കോണ്ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഈ മണിയുടെ മൊത്തം ആ ഒരു ഗ്രാനീനെ അവിടെ കൊണ്ടുപോയി മസൂരി കൊണ്ടുപോയ കഥയല്ല ചോദിച്ചത്, ആ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെയും ആ ഡെബ്രി വീണ കഥയാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യണം. ആ ഫോക്കസ് വന്നില്ലെങ്കിൽ ഡയറി എൻട്രിയിൽ വീണ്ടും 4 മാർക്ക് വരെ ചിലപ്പോൾ 2.5 മാർക്കോ 3 മാർക്കോ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ട് ആ കോണ്ടെക്സ്റ്റ് വേണം കേട്ടോ. വെറുതെ ചാപ്റ്റർ മൊത്തത്തിൽ ഇങ്ങോട്ട് എഴുതി വെക്കരുത്, ഞാൻ രാവിലെ പോയി ഞാൻ അത് ചെയ്തു, അത് വേണം, പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റയിൽ വരണം. അപ്പോൾ ഇങ്ങനെ എഴുതാം. ആദ്യം ഡേറ്റ് എഴുതുക, ഫ്രൈഡേ 12 ജാനുവരി, വേണമെങ്കിൽ ഇയർ എഴുതാം. എന്നിട്ട് തുടങ്ങുക, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ അല്ലെ വാട്ട് എ ഫ്രൈറ്റനിങ് ഡേ, എന്ത് വേണം എഴുതുക. നേരത്തെ നമ്മൾ വാട്ട് എ സ്ട്രേഞ്ച് ഡേ എന്ന് എഴുതിയാൽ അതങ്ങോട്ട് അതിൻ്റെ ഒരു രീതിയിൽ കൂടെ തുടങ്ങാം. വാട്ട് എ ഫ്രൈറ്റനിങ് ഡേ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാം. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഗ്രാനി ആൻഡ് ഐ വർ ട്രാവലിംഗ് ടു മസൂരി ബൈ ബസ്. സഡൻലി ദ ബസ് സ്റ്റോപ്പ് ബിക്കോസ് ഓഫ് ലാൻഡ് സ്ലൈഡ്. നമുക്ക് ചാപ്റ്റർ ഡീറ്റെയിൽസ് ഓർമ്മയുണ്ട്, നമുക്കറിയാം ലാൻഡ് സ്ലൈഡ് വന്നു, എർത്ത് ട്രീസ് ആൻഡ് ബുഷസ്, കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ ചേർക്കാം കേട്ടോ. എല്ലാം ചാപ്റ്ററിലുള്ള കറക്റ്റ് സാധനം വേണമെന്നില്ല, കുറച്ച് നമുക്ക് ചേർക്കാം. കല്ലുകൾ വന്നു, അത് വന്നു, ആൾക്കാർ പേടിച്ചു ഇറങ്ങി ഓടി എന്നൊക്കെ കൊടുക്കാം. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ ഫിയർ, ദ ഡ്രൈവർ ക്വിക്ലി മൂവ് ദ ബസ് ബാക്ക്വേർഡ്സ് ആൻഡ് സേവ്ഡ് us. ഇതൊക്കെ ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ് ഞാൻ. പക്ഷെ നിങ്ങൾക്ക് ചാപ്റ്റർ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വന്നില്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ ചേർക്കാം, കുറച്ച്. Most of the passengers returned to Nain, but Granny and I decided to walk. അതൊക്കെ ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. മസൂരി ത്രൂ ദ മൗണ്ടൻസ്. I was worried about Granny, but she was very brave. Granny ഭയങ്കര brave ആയിരുന്നു. At last we reached Mussoorie safely. I feel tired but greatly relieved now. I will never forget this journey. ഈ I will never forget this journey അല്ല I will never forget this day എന്നുള്ള ഒരു അവസാനം എന്തിലും ചേർക്കാം. അപ്പോൾ ഒരു സെൻറ്റൻസ് എക്സ്ട്രാ ഫ്രീ ആയിട്ട് കിട്ടി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡയറി എൻട്രിയിൽ നിന്ന് ആ 4 മാർക്ക് നിങ്ങളുടെ ആയിരിക്കും. ഓക്കെ, ഒരു സാമ്പിൾ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കാം. പരീക്ഷയിൽ ഇത് തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവും കൊടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഡയറി എൻട്രിയിൽ ഇനി ആ 4 മാർക്ക് നിങ്ങൾ മിസ്സാവില്ല. ബാക്കിയുള്ള വീഡിയോസ് ഒന്നും കാണാൻ മറക്കണ്ട. ഓൾസോ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഇനിയുള്ള പരീക്ഷകൾക്ക് അടിപൊളിയായിട്ട് എല്ലാ സബ്ജക്റ്റും സൂപ്പറായിട്ട് പഠിക്കണമെങ്കിൽ അഫോർഡബിൾ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് കേരളത്തിലെ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ് മക്കളെ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇടാൻ മറക്കരുത്.